ഇന്നത്തെ സർവീസ് ഷോട്ടിൽ നമ്മൾ സംസാരിക്കുന്നത് ശമ്പള പരിഷ്കരണത്തെക്കുറിച്ചാണ്. ശമ്പള പരിഷ്കരണം വരുമോ? തീർച്ചയായും വരും. എങ്ങനെയാണ് വരുന്നത്? അതിൻ്റെ കുറച്ചുകൂടി ക്ലാരിറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ലാരിറ്റി വരുന്നതനുസരിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഇതിനിടയിൽ ചില ചേച്ചിമാരും ചേട്ടന്മാരും വയസ്സായവരും പെൻഷൻ പറ്റിയവരും അല്ലാത്തവരൊക്കെ എന്നെ വിളിച്ച് ഫോൺ ചെയ്ത് ചോദിക്കും. നമ്മൾ ഈ നമ്പർ വെച്ചിരിക്കുന്നത് എന്നെ വിളിച്ചിട്ട് ചുമ്മാ സൗഹൃദം കൂടാനല്ല, അത് വച്ചിരിക്കുന്നത് നിങ്ങൾക്ക് സംഭാവന അയക്കാനും പരസ്യങ്ങൾക്ക് തരാനും പിന്നെ കൺസൾട്ടൻസി സർവീസ് ഉണ്ടെങ്കിൽ അത് ഫീസ് വെച്ചിട്ടാണ്, അതിനേക്കൊക്കെ വേണ്ടിയിട്ടാണ്. വെറുതെ വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കും. ആരാണ് വിളിക്കുന്ന അപരിചിത നമ്പറായ ഏത് നമ്പറായാലും എപ്പോഴും ഫോൺ എടുക്കും. അതിൻ്റെ ഒരു ശീലത്തിൻ്റെ ഭാഗമായി എടുക്കുന്ന. പക്ഷെ അവർ ചോദിക്കുന്ന ഒരു ചോദ്യം കേൾക്കുമ്പോൾ എനിക്ക് വട്ടുവരും. ഇത് ആര് പറഞ്ഞു? പത്രത്തിൽ വന്നില്ലല്ലോ, ചാനലിൽ ഇതിന് വല്ല സമയമുണ്ടോ? പത്രത്തിൽ ഇതിന് വല്ല കോളത്തിന് സമയമുണ്ടോ? പത്രത്തിലൊക്കെ ഇത് വരേണ്ടതല്ലേ? അപ്പം DA പോലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചെയ്തത്. ശമ്പള പരിഷ്കരണം വരും. എങ്ങനെ വരും, അതിൻ്റെ ബെനിഫിറ്റ്സ് എങ്ങനെ തയ്യാറാക്കും എന്നുള്ളതാണ് ഈ വീഡിയോ. ഒന്നാമത്തെ വിഷയം, ഡോക്ടർ KR ജ്യോതിലാൽ IAS ധനകാര്യ വകുപ്പിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അദ്ദേഹം അഡീഷണൽ ചീഫ് സെക്രട്ടറിയിൽ ആയെന്ന് തോന്നുന്നു. അപ്പോൾ ധനകാര്യ വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി മിക്കവാറും KR ജ്യോതിലാൽ ആയിരിക്കും. കാരണം അദ്ദേഹം GADയുടെ ദീർഘകാലം GAD സെക്രട്ടറിയും പ്രിൻസിപ്പൽ സെക്രട്ടറിയൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പൊതുഭരണത്തെക്കുറിച്ചൊരു ധാരണയുള്ള ആളാണ്. അദ്ദേഹമാണ് ഫിനാൻസിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. അദ്ദേഹം കമ്മിറ്റിയായി വെച്ചുകൊണ്ട് ഒരു ഏകാംഗ കമ്മിറ്റി വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ KR ജ്യോതിലാൽ ആയിരിക്കും കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പള പരിഷ്കരണം തീരുമാനിക്കുന്നത്. എളുപ്പമാണ്. ശമ്പള പരിഷ്കരണം തീരുമാനിക്കാൻ വലിയ ഗുസ്തിയുടെ ഒന്നും ആവശ്യമില്ല. ബേസിക് പേ, ഒരാളിന്റെ ബേസിക് പേ എടുക്കുക, ആ ബേസിക് പേയുടെ കൂടെ DAയുടെ എത്ര % DA കൂട്ടണമെന്നുള്ള നോക്കി, എത്ര % DA ആണ് അതിനകത്ത് മെർജ് ചെയ്യണം നോക്കുക, ആ DA അങ്ങോട്ട് മെർജ് ചെയ്യുക. പിന്നെ കൊടുക്കുന്ന ഒരു ആനുകൂല്യമുണ്ട്. അധികം ആളുകൾ കേട്ടിരിക്കാൻ സാധ്യതയില്ലാത്തൊരു ആനുകൂല്യമാണ്. അതെന്താണ്, എത്രയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. അതായത് ഫിറ്റ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ഏർപ്പാടുണ്ട്. ഫിറ്റ്മെന്റ്, അതായത് ആ ഫിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അതായത് സർക്കാർ FITMENT ആണ് ഫിറ്റ്മെന്റ്. ഫിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സർക്കാർ ഈ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുമ്പോൾ, പേ റിവിഷൻ നടപ്പിലാക്കുമ്പോൾ ഈ നമ്മുടെ ബേസിക് സാലറിയും പ്ലസ് DAയും കൂടി മെർജ് ചെയ്തൊരു എമൗണ്ട് വരുമല്ലോ, ആ എമൗണ്ടിന്റെ കൂടെ ഒരു ഫിറ്റ്മെന്റ് ബെനിഫിറ്റ് കൊടുക്കും. ഫിറ്റ്മെന്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഫിറ്റ് ചെയ്യുന്നതാണ്. അതായത് പഴയ സാലറിയും പുതിയ സാലറിയുമായിട്ട് എന്തെങ്കിലും ഒരു അലുക്കുലുക്കുണ്ടെങ്കിൽ, ഒരു ചേർച്ചക്കുറവുണ്ടെങ്കിൽ, അങ്ങനെ ചേർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫിറ്റ്മെന്റ് ബെനിഫിറ്റ് വയ്ക്കും. അത് ഒരു 1997 പഴയ കഥകൾ ഞാൻ പറയാം. 97 20% അപ്പോഴാണ് വലിയ ഫിറ്റ്മെന്റ് വെച്ചത്. അപ്പോൾ വലിയ ശമ്പളമായിരുന്നു. 2004 ആയപ്പോൾ അത് 15% കുറച്ചു ഈ ഫിറ്റ്മെന്റ്. 2009 ആയപ്പോൾ അത് 12%. 2014 ആയപ്പോൾ 10%. 2021 ലാസ്റ്റിലെ പേയ്മെന്റ് കൊടുത്ത സമയത്ത്, അത് ലാസ്റ്റ് വന്ന സമയത്ത് 12%. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ അങ്ങനെ നമ്മൾ കണക്കാക്കുന്ന, ഇപ്പോൾ ഒരു ബേസിക് പേ ഒരാളിന് ഒരു 40,000 ഉണ്ടെന്ന് വിചാരിക്കുക. അദ്ദേഹത്തിന് DA 38% DAയും കൂടി അതിനകത്ത് കയറ്റിയപ്പോൾ ഒരു 55,200 രൂപയായി. 40,000 ശമ്പളം ഉണ്ടായിരുന്ന ആളിന്, ബേസിക് ഉണ്ടായിരുന്ന ആളിന് പിന്നെ അതിന്റെ 38% DAയും കൂടെ കയറ്റിയപ്പോൾ 15,000. പിന്നെ ഒരു 12% ഫിറ്റ്മെന്റും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പുതിയ സ്കെയില് 40,000 ഉണ്ടായിരുന്ന ആളിന് 51,324. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഫിക്സേഷൻ വരുന്നത്. പിന്നെ ചില സ്ലാബ് പരിപാടികൾ, സ്ലാബ് റേറ്റ് പരിപാടികൾ, ഇങ്ങനെ കുറച്ച് പരിപാടി. പിന്നെ അടുത്ത സ്ലാബ് പിന്നെ റൗണ്ട് ചെയ്തെടുക്കും. ഇപ്പൊ 61,824 എന്നൊക്കെ പറഞ്ഞു വന്നാൽ അതിന് 62,000 ആക്കി റൗണ്ട് ചെയ്യും. അങ്ങനെ ഒരു ഗുണമുണ്ട്. റൗണ്ട് ചെയ്യും, ഒരിക്കലും ഈ തിരിച്ചു നിർത്തൂല. ഈ എന്താണ് പിന്നെ ചെറിയ തുകയിൽ നിർത്താറില്ല, നമ്മൾ റൗണ്ട് ചെയ്യാന്ന് പറയുമല്ലോ. അപ്പോൾ 61,842 അല്ല 824 എന്നൊക്കെ പറഞ്ഞാൽ 61,000 ആണെങ്കിൽ 62,000 കൊണ്ടുപോകും. ഈ തരത്തിൽ നമ്മുടെ കേരളത്തിൽ ഫിറ്റ്മെന്റ് ബെനിഫിറ്റ് എന്ന് പറയുന്ന ഒരു സങ്കല്പവുമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സർക്കാരിന് ഇതിനകത്ത് വലിയ ആവേശമൊന്നും ആവശ്യമില്ല. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ HRA, പിന്നെ അതിനുശേഷമാണ് HRA പോലുള്ള മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത്. അതൊക്കെ സമ്മതിച്ചു. പക്ഷെ ഇങ്ങനെ വരുമ്പോൾ ഒരു കുഴപ്പം, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, കാലാകാലങ്ങളിലുള്ള അനാമലികളുണ്ട്. അനാമലികൾ എന്ന് പറഞ്ഞാൽ ഒരു ശമ്പള സ്കെയിൽ നിശ്ചയിച്ചതിന് ശേഷം വരുന്ന അനാമലികളുണ്ട്. ഈ അനാമലികൾ നിശ്ചയിച്ച് വരുന്നതിനകത്ത് വലിയ പ്രശ്നങ്ങളുണ്ട്. അതൊന്നും പരിഹരിക്കാൻ ചിലപ്പോൾ സമയം കിട്ടുമെന്ന് അറിയില്ല. എന്തായാലും ജനുവരിയിൽ നടക്കാൻ പോണ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറയാം. ഡിസംബർ കഴിഞ്ഞ് ശമ്പള പരിഷ്കരണമായിട്ട് നടക്കാൻ പോണ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറയാം. അതായത് ഡിസംബർ 11 കഴിയും, 14 അല്ലേ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുന്നത്, 18 പൂർത്തിയാവും. ഡിസംബർ 18 കഴിഞ്ഞാൽ, ഒരു പക്ഷേ അവധിയൊക്കെ കഴിഞ്ഞാൽ, ജനുവരി ആദ്യം കേരളം കണ്ട ഏറ്റവും വലിയ സമരം നടക്കും.
ഞാൻ NGO യൂണിയൻകാരോടും KGOക്കാരോടും പറയും, നിങ്ങൾ സമരം ചെയ്യണ്ട, ദയവേ നിങ്ങൾ സമരം ചെയ്യരുത്, അത് പറ്റിക്കലാണ് തൊഴിലാളികളെ, ജീവനക്കാരെ. നിങ്ങൾ ആ ബാലഗോപാലിനോട് പറഞ്ഞാൽ ഇത് വരും, എന്തായാലും ഇത് വരും, സമരം ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾ വലിയ സമരം ചെയ്യും. അതിപ്പോൾ അതിന്റെ അണിയറ പ്രവർത്തനം നടക്കുന്നതായിട്ടാണ് ഞാൻ അറിയുന്നത്. വലിയ സെക്രട്ടേറിയറ്റ് മാർച്ചും ഓഫീസുകളിൽ കരിങ്കൊടിയും വേണ്ട ബഹളം നടത്തും, സർക്കാരിനെതിരെ കുറെ ബഹളം ഉണ്ടാക്കും. എന്നിട്ട് നിങ്ങൾ ശക്തി സംഭരിക്കും, പണപ്പിരിവ് നടക്കും, പോസ്റ്റർ വയ്ക്കും, ബാനർ വയ്ക്കും, ഫ്ലെക്സ് വയ്ക്കും, പ്രസംഗങ്ങൾ നടക്കും, ചിലപ്പോൾ വാഹന പ്രചരണ ജാഥ നടക്കും, വലിയ പരിപാടി നടക്കും. ഇതെല്ലാം കഴിയുന്ന മുറയ്ക്ക് അതിന്റെ ഒരു ഗ്യാപ്പ് നോക്കി ശമ്പള പരിഷ്കരണ കമ്മിറ്റി ആര് വയ്ക്കും? ഗവൺമെന്റ് വയ്ക്കും. ഗവൺമെന്റ് വെച്ചിട്ട് ഫെബ്രുവരിയിൽ മാർച്ചിലോ മറ്റോ, ഇത് മാർച്ച് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, തെരഞ്ഞെടുപ്പ് വരും, അതിനു മുമ്പേ ഒരു പക്ഷേ ബഡ്ജറ്റ് വരുന്നുണ്ടല്ലോ, ഒരു പക്ഷേ ബഡ്ജറ്റിനെ തൊട്ട് മുമ്പോ ഈ കമ്മിറ്റിയെ വെച്ചുകൊണ്ട്, ഈ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഒരാളോ ചിലപ്പോൾ ഒന്നിലധികം ആളുകളാവും, KR ജ്യോതിലാലോ ചിലപ്പോൾ ഒന്നിലധികം ആളുകളോ വെച്ചുകൊണ്ട് ഇത് പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ ആളുകൾക്കെല്ലാം കൈയടിക്കാൻ, ഞങ്ങളിതാ സമരം ചെയ്ത്, നാളിതുവരെ തരാതിരുന്നത് സമരം ചെയ്ത് ഞങ്ങൾ നേടി. ഇതിനിടയ്ക്ക് NGO അസോസിയേഷൻകാരുണ്ട് ഇവിടെ, ഭരണകക്ഷി മാത്രമല്ല പ്രതിപക്ഷം, അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒപ്പ് ശേഖരണം നടത്തും, വേണമെങ്കിൽ 2 കേസും കൊണ്ട് കൊടുക്കും. ഇപ്പൊ തന്നെ ആൾറെഡി കേസിലാണ്, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ കേസുണ്ട്, ഹൈക്കോടതി, ഇവരുകൊണ്ട് കേസ് കൊടുക്കും. അപ്പൊ എല്ലാവരും ഹാപ്പിയാണ്. ഇതിന് പറയുന്ന പേരാണ് ഭരണവും സമരവും വർഗ സമര സിദ്ധാന്തം. അപ്പൊ എന്തായാലും ഇതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. സർക്കാർ ഉദ്യോഗസ്ഥർ ഈ ചാനൽ ഇവിടെ കാണും, ഞാനും ഇവിടെ കാണും, ഡിസംബർ കഴിഞ്ഞാൽ മാസങ്ങളും ഇവിടെ കാണും, നമുക്ക് കാണാം. അതായത് സമരങ്ങളുടെ വേലിയേറ്റമായിരിക്കും, പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം കൂടെ കിടന്ന് ബഹളം ഉണ്ടാക്കും. കാരണം സമയം കുറവല്ലേ, ബഹളം ഉണ്ടാക്കും. തീർച്ചയായിട്ടും ഗവൺമെന്റ് ഒരു കമ്മിറ്റി വയ്ക്കും, ആ കമ്മിറ്റി ശമ്പള പരിഷ്കരണത്തിന്റെ കാര്യങ്ങൾ പറയും, അത് നടപ്പിലാക്കും. പക്ഷെ അതിന്റെ കുഴപ്പങ്ങൾ വരാൻ പോണത്, അല്ലെങ്കിൽ അതിന്റെ ബാധ്യതകൾ വരാൻ പോകുന്നത് കൂടുതലും അടുത്ത ഗവൺമെന്റിനായിരിക്കും. അത് ആരായാലും അവർക്കായിരിക്കും. DAയും കൊടുക്കാനുള്ള എല്ലാ സാധ്യതയുമാണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് ഈ ഫിറ്റ്മെന്റ് എന്ന് പറയുന്നത് എത്ര % വയ്ക്കും എന്നുള്ളതൊക്കെ ഈ സമരത്തിന്റെയും സംഘടനകളുടെയൊക്കെ സമ്മർദ്ദത്തിന്റെ കൂടെയൊക്കെ ഭാഗമായിട്ടായിരിക്കും ഫിറ്റ്മെന്റ് ഒക്കെ തീരുമാനിക്കുന്നത്. തീർച്ചയായിട്ടും അപ്പൊ DA അതുപോലെ തന്നെ DA എത്ര ശതമാനം DA ഇതിനകത്തേക്ക് കൊണ്ടുപോകണം എന്നുള്ളതിനെ സംബന്ധിച്ചും സർക്കാരിന് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പൊ ബേസിക്കിനോടൊപ്പം എത്ര DA ചേർക്കും, DA എത്ര % ചേർക്കും, പ്ലസ് ഫിറ്റ്മെന്റിന്റെ എത്ര % ചേർക്കും, ഇതെല്ലാം കൂടി വെച്ചുകൊണ്ടുള്ള ഒരു സ്ലാബ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. ആ സ്ലാബ് ഉണ്ടായി വരുമ്പോൾ ആ സ്ലാബിനകത്ത് ഒന്ന് റൗണ്ട് ചെയ്യേണ്ട എമൗണ്ട് വരികയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ 60,000 അല്ല 80,415 എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് 81,000 അങ്ങനെ റൗണ്ട് ചെയ്ത് പോകുന്ന പുതിയ പേ സ്കെയിൽ വരും. ഈ പേ സ്കെയിലുകൾ വരുമ്പോഴാണ് പിന്നെ HR പിന്നെ അപ്പൊ അതിനകത്തുള്ള തമാശ. നേരത്തെ നമ്മുടെ ക്ലോസ്ഡ് ARP എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോലീസ് വിഭാഗം ഉണ്ടായിരുന്നു, അവർ 1,500 പേരുണ്ട്. ഇങ്ങനെ വരുന്ന ചില ടീമുകളുടെയൊക്കെ HRA പോലുള്ള കാര്യങ്ങൾ അടുത്തതിൽ പറഞ്ഞില്ലെങ്കിൽ, അടുത്ത ഈ പേ റിവിഷൻ നടക്കുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് കിട്ടുന്ന എമോളുമെന്റ്സ്, അത് DA പോലുള്ള കാര്യങ്ങളല്ല ഞാൻ ഈ പറയുന്നത്, ഫിറ്റ്മെന്റ് അലവൻസ് നിങ്ങളല്ല, ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്നതാണ്. അല്ലാതെ HRA, മറ്റ് TA, DA, അതുപോലെ മറ്റ് അലവൻസുകൾ, പിന്നെ ചിലർക്കാണെങ്കിൽ വാഷിംഗ് അലവൻസ് ഉണ്ട്, ചിലർക്ക് യൂണിഫോം അലവൻസ് ഉണ്ട്. ഇങ്ങനെ വരുന്ന അലവൻസുകളെല്ലാം ഇതിനകത്ത് കയറിപ്പറ്റി എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. അപ്പൊ നിങ്ങൾക്ക് അനാമലി ഇല്ലാതിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ പിറകെ വീണ്ടും നടക്കണം. 2 ശമ്പള പരിഷ്കരണത്തിന് മുമ്പുണ്ടായിരുന്ന അനാമലികൾ പോലും ഇതുവരെയും പരിഹരിക്കാത്ത ഒരുപാട് കേസുകളുണ്ട്. കാരണം സർക്കാരിന് ഒരുപാട് സാമ്പത്തിക ബാധ്യത വരുമെങ്കിൽ അവർ അനാമലിയായിട്ട് തന്നെ അങ്ങനെ വലിച്ചുകൊണ്ട് പോകും.